ബിസിനസ് സാമ്രാജ്യത്തിൽ അവന്റെ പേര് RVM. രാജു വേണുഗോപാൽ മഠത്തിൽ, അതാണ് RVM. RR എന്ന അവന്റെ കമ്പനി. അവന് ഞാൻ അവൻ ഇനി തൊടാൻ പോലും പറ്റില്ല നന്ദു. അവനിപ്പോ കിരീടം വെക്കാത്ത രാജാവായി മാറിപ്പോയില്ലേ. ഇനി മോനെ ഇരിക്കെ, അമ്മ ഇപ്പൊ വരാം. ചെറിയ വീടാ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അന്നത്തെ ആ ഇരുത്തിക്കാടിലുള്ള വീട് 1 വർഷം കഴിഞ്ഞപ്പോ വിട്ടു. പിന്നീടാ ഈ വീട് എടുത്തത്. ഈ ചെറിയ വീട്ടിലൊക്കെ ഇനി എങ്ങനെ താമസിക്കും? 24 അവേഴ്സും സെൻട്രലൈസ്ഡ് AC-ല് താമസിച്ചവനല്ലേ ഇവൻ. നമുക്ക് ഹോട്ടലിലെ ഒരു റൂം ബുക്ക് ചെയ്യാം. എന്താ ചേച്ചി ഇത്? എന്റെ സ്വന്തം വീട്ടില് ഞാൻ VIP-യോ? നീ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും VIP തന്നെയാ. അച്ഛാ, ഒരു റൂം ബുക്ക് ചെയ്യച്ചാ. ഏയ് അച്ഛാ, വേണ്ട. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയും നിങ്ങളൊക്കെ ഉള്ള സ്ഥലമാ. അവിടെയാണ് എനിക്ക് സ്വർഗം. എടാ, ഇതിനകത്ത് ഭയങ്കര ചൂടാ. മുറികളിലെ ഫാനുകളാണെങ്കിൽ ടിമ്പർ മില്ലില്ലേ, അതിനേക്കാൾ കഷ്ടമാ. നിനക്കൊരു റൂം ബുക്ക് ചെയ്യാം. നിനക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളും കൂടെ വന്ന് താമസിക്കാം. അതിനായിരുന്നു അല്ലേ ഈ പരിപാടി? കാളവാല് പൊക്കിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ചേച്ചി പറഞ്ഞ ഒരു കാര്യം കറക്റ്റ്. അത് ഞാൻ കണക്കിലെടുത്തിരിക്കുന്നു. ഇനി നമ്മള് ഇതുപോലുള്ളൊരു വീട്ടിൽ താമസിച്ചാൽ പറ്റില്ല. കൊട്ടാരം പോലുള്ളൊരു വലിയ വീട്ടിലേക്ക് എന്റെ അച്ഛനെയും എന്റെ അമ്മയും ചേച്ചിയും അളിയനെയും ശ്രീയെയും എല്ലാരെയും ഞാൻ കൊണ്ടുപോകും. മോനെ, കൊട്ടാരമൊന്നും വേണ്ട, ഒരു വീട് അത്യാവശ്യം. അമ്മ എന്താ ഇങ്ങനെ തീ പിടിച്ച ആത്മാവിനെ പോലെ വട്ടം കറങ്ങുന്നത്? ഒരുപാട് നാളുകൂടി ഓമനപുത്രനെ കണ്ടപ്പം കിളി പോയാ? ഞാനെന്താ എന്റെ മോന് കൊടുക്കണ്ടെന്ന് ആലോചിക്കുകയായിരുന്നു. എന്റെ പൊന്നമ്മേ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അമ്മയുടെ കൈ കൊണ്ട് ഒരു കപ്പ് ചായ, അല്ലെങ്കിൽ അതും വേണ്ട. അമ്മ എന്റെ അടുത്ത് ഒന്നൊന്നിരുന്നാ മതി. വാ. ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാലോ എന്റെ പൊന്നുമോന്റെ അടുത്ത്. അമ്മയുടെ ആഗ്രഹം അത് തന്നെയല്ലേ? എന്റെ അമ്മേ, എത്ര നാളായി എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നറിയോ? എത്ര പാടുപെട്ടാ ഞാൻ ഉറങ്ങിയിരുന്നെന്ന് അമ്മയ്ക്കറിയോ? മോനെ, എനിക്കിതേ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. അതിലപ്പുറം ഒരു സമാധാനം വേറെയില്ല. അച്ഛനും അമ്മയും എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് എന്തൊരു ഉറപ്പാണെന്നറിയോ? അവിടേക്ക് പോയപ്പോ എന്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കാനാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാതിരുന്ന. പിന്നെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അല്ലടാ, നീ അവിടെ പറഞ്ഞിട്ടല്ലോ ഇപ്പൊ കേരളത്തിലേക്ക് വരാൻ ഒരു കാരണമുണ്ടെന്ന്. അതെ, ഒരു കാരണമുണ്ട്. എന്ത് കാരണം? അത് ചെറിയ കാരണമൊന്നും അല്ല ചാ. ആ കാരണത്തിന് ഒരു പക വീട്ടലിന്റെ സുഖമുണ്ട്. ഒരിക്കൽ നമ്മൾ എല്ലാവരെയും അപമാനിച്ചിറക്കി വിട്ട ഒരിടത്തേക്ക് എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കൊണ്ട് ചെല്ലണം. എവിടേക്ക്? ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നാളെ പറയാം. അമ്മ ഇപ്പൊ വാ, എനിക്കൊരു ചായ എടുക്കാം. മോനെ, അതിതാ ഞാൻ പിടിക്കാം. എന്നാലും ഞെട്ടിച്ചു കളഞ്ഞു അവന്റെ ആ വരവ്. കോളേജ് ക്യാമ്പസിൽ വെച്ച് പരസ്യമായി എന്റെ കർണത്തടിച്ച് എന്നെ നാണം കെടുത്തി അവനിട്ട് ഞാൻ കൊടുത്തതാ ഉഗ്രനൊരു പണി.
അവനെ അവളെയും തമ്മിൽ തെറ്റിച്ചു. ദീപുവിന്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ 2 കുടുംബങ്ങളെയും തമ്മിൽ തെളിച്ച് പറഞ്ഞു വിട്ടതാ. അവൻ പോയി കോടീശ്വരനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഇത് വലിയ ഡേഞ്ചറാ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും ദീപു? അവൻ എന്റെ മുഖ്യ ശത്രുവാ നന്ദു. അപ്പൊ എനിക്കുമില്ലേ വിഷമം? ബിസിനസ് സാമ്രാജ്യത്തിൽ അവന്റെ പേര് RVM. രാജു വേണുഗോപാൽ മഠത്തിൽ. അതാണ് RVM. RR എന്ന അവന്റെ കമ്പനി. അവന് ഞാൻ അവനെ ഇനി തൊടാൻ പോലും പറ്റില്ല നന്ദു. അവനിപ്പോ കിരീടം വെക്കാത്ത രാജാവായി മാറിപ്പോയില്ലേ. അവന്റെ പരിസരത്ത് പോലും നമുക്ക് അടുക്കാൻ പറ്റില്ല. എസ്കോട്ടായി നിൽക്കുന്നതേ ബ്ലാക്ക് കാറ്റ്സാ. അടുത്താൽ അവന്മാരെ നമ്മുടെ എല്ലൊടിച്ച് കളയും. എനിക്കെന്റെ ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല ദീപു. കൂൾ ഡൗൺ ആവണം. അല്ലാതെ നമുക്ക് വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനി അവൻ ഹൃതികയായിട്ട് അടുക്കൂ ദീപു? ഇമ്പോസിബിൾ. ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല. മുറിവേറ്റ് പെടഞ്ഞ രാജുവും കുടുംബവും ഇവിടുന്ന് തകർന്നിറങ്ങി പോയത്. ഒരിക്കലും രാജു അവളെയോ അവളുള്ള പരിസരത്തേക്കോ തിരിഞ്ഞു നോക്കില്ല. അത് ശരിയാ. അവനെ അവളല്ലേ ഇൻസൾട്ട് ചെയ്തത്. അവന്റെ ഹൃദയത്തിനിട്ടല്ലേ അവൾ ആഞ്ഞു തൊഴിച്ചത്. നിനക്ക് ഭർത്താവിനെ വേണോ അച്ഛനെ വേണോ എന്ന് ചോദിച്ചപ്പോ ഭർത്താവിനെ വേണ്ട അച്ഛനെ മതിയെന്ന്. ഏത് പുരുഷനാ ഇതൊക്കെ സഹിക്കാം? നന്ദു, അതാ ഞാൻ പറഞ്ഞേ, ഒരു കാരണവശാലും രാജു അവൾക്ക് മാപ്പ് കൊടുക്കില്ല എന്ന്. ദീപു, ഇവൻ കോടീശ്വരനായി തിരികെ വന്ന കാര്യമൊന്നും ഋതികയോ വല്യമ്മാവനോ നമ്മുടെ വീട്ടിലെ മറ്റാരും അറിയാൻ പാടില്ല. ഞാൻ ആരോടും പറയില്ല. ഹലോ, നന്ദന മേഡം അല്ലേ? അതെ, ആരാ വിളിക്കുന്നേ? എന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലായിരുന്നോ? ഞാനേ വസ്തു ബ്രോക്കർ രാമകൃഷ്ണനാ വിളിക്കുന്നേ. ആ, രാമകൃഷ്ണനോ? പറയ. വീട് വാങ്ങാനേ ഒരു ഉഗ്രം പാർട്ടി വന്നിട്ടുണ്ട്. ഞാൻ വില അല്പം കയറ്റി വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ എനിക്ക് കമ്മീഷൻ കൂടുതൽ തരണം. അതൊക്കെ തരാം. തമേക ആളെയും കൊണ്ട് വാ. ദേ, ഉടനെ ഞാനങ്ങ് വന്നേക്കാം. വീട് വിറ്റ് രാജു ഇല്ലാത്ത സ്ഥലത്തേക്ക് എല്ലാത്തിനെയും മാറ്റിയില്ലെങ്കിലേ സംഗതി അപകടമാ. ദീപു വാ. അപ്പോ സാറിന് വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ വീടാ. എല്ലാ സൗകര്യമുണ്ട്. രാമകൃഷ്ണൻ അങ്ങനെയാ, ആരെയും പറ്റിക്കില്ല. കൊല്ലം 10-20 ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. സത്യസന്ധതയാ എന്റെ മൂലധനം. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും സൗകര്യങ്ങളുള്ള വസ്തുവും വീടും വേറെ ഉണ്ടാവില്ല. വാസ്തുപ്രകാരം നിർമ്മിച്ച വീടാ.